പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. അപ്പോസ്തലനായ പൗലോസ് തനിക്കുള്ള എല്ലാ വിധത്തിലുമുള്ള ആശ്രയം കർത്താവായ യേശുവിൽ മാത്രം അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നോക്കി, ഇന്നുള്ളവർ എങ്ങനെയാണ്? അല്പസ്വല്പമായിട്ടുള്ള ആ സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തെ മറന്നാണ് ജീവിക്കുന്നത്. ദൈവത്തിലുള്ള ആശ്രയം തീരെ വേണ്ട എന്ന് വെക്കാറുണ്ട്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, 3:4 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ പ്രത്യേകിച്ച് എഴുതിയിരിക്കുന്നുണ്ട്, എനിക്ക് ജഡത്തിൽ ആശ്രയിപ്പാൻ വകയുണ്ട്, മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാമെന്ന് തോന്നിയാൽ എനിക്ക് അധികം. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. എന്നിട്ടാണ് പറയുന്നത്, എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെ ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്നെണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തു യേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇന്ന് ഈ കാര്യങ്ങളൊക്കെ ഉള്ളവർ എനിക്കെല്ലാം ഉണ്ടെന്നും പറഞ്ഞ് നടക്കുമ്പോൾ ഇവിടെ പറയാണ്, ഞാൻ ക്രിസ്തു നിമിത്തം ഇവയെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള എൻ്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ് എന്നെണ്ണുന്നു. പ്രിയ മക്കളെ, നോക്കൂ, ഹല്ലേലൂയ, എല്ലാം ഉപേക്ഷിക്കുന്ന. ഹല്ലേലൂയ. എന്തെല്ലാം ഉണ്ടായാലും ക്രിസ്തു നിമിത്തം ഞാൻ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണ്. നാം ക്രിസ്തുവിനെ പ്രിയ മക്കളെ അനുഭവിച്ചറിയണം. ഹല്ലേലൂയ. മറ്റുള്ളവർ പറഞ്ഞു കേട്ടിട്ടല്ല, നാം തന്നെ ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നാം ഒന്ന് അനുഭവിച്ചറിയണം. എങ്കിൽ മാത്രമേ അതിൻ്റെ മാഹാത്മ്യം എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുള്ളൂ. മറ്റുള്ളവർ പറയുന്നത് കേൾക്കുമ്പോൾ അന്നേരം അതൊക്കെ അങ്ങ് മറന്നുപോകും. പക്ഷെ ജീവിതത്തിൽ നാം ക്രിസ്തുവുമായിട്ടുള്ള ആ ബന്ധം എങ്ങനെയാണെന്ന് അനുഭവിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഇവിടെ ഉള്ളതെല്ലാം നമുക്ക് വിട്ടുകളഞ്ഞാലും ക്രിസ്തു നിമിത്തം ഹല്ലേലൂയ എനിക്കെല്ലാം മതി എന്ന് പറയും. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ക്രിസ്തുവിനെ വ്യക്തിപരമായി അറിയുവാനും ദൈവവചനത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് പോലെ തൻ്റെ വഴികളെയും സ്വഭാവത്തെയും അറിയുവാൻ നാം വചനത്തിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി മുന്നോട്ട് പോകണം. ഹല്ലേലൂയ. നോക്കൂ, ക്രിസ്തുയേശുവിലുള്ള അനുസരണത്തിലും സ്വഭാവത്തിലും വിശ്വാസത്തിലും സത്യത്തിലും നാം ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോടെ ഏകീഭവിക്കുന്നവരാകുവാൻ ഇടയാകണം. ഹല്ലേലൂയ. നോക്കി, ഇവിടെ പൗലോസ് അപ്പോസ്തലൻ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴുമെല്ലാം ഛേദമെന്നെണ്ണുന്നു. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നതിനോടൊപ്പം തന്നെ ക്രിസ്തുവിനെ രുചിച്ചറിയുകയും വേണം. ഹല്ലേലൂയ. എങ്ങനെ നാം രുചിച്ചറിയണം? നാം ഒരു കറി അല്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിലും നമ്മൾ ഹല്ലേലൂയ അത് കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് എപ്രകാരമായിരിക്കണമെന്ന് നാം വിചാരിക്കുന്നുവോ അതിലുപരിയായിട്ട് വേണം ക്രിസ്തുവിനെ നാം രുചിച്ചറിയുവാൻ. ഹല്ലേലൂയ. മറ്റുള്ളവർ പറഞ്ഞ അതിൻ്റെ രുചി
രുചി അങ്ങനെയാണെന്ന് പറഞ്ഞ് കേൾക്കുവാനല്ല, നാം തന്നെ അത് സ്വയമായിട്ട് രുചിച്ചറിയണം, അത് മനസ്സിലാക്കണം പ്രിയ മക്കളെ. ഹല്ലേലൂയ. സങ്കീർത്തനം 34:8 പറയുന്നു, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവൻ. ഹല്ലേലൂയ. അതിന് നാം എന്ത് ചെയ്യണം? 34:1 തന്നെ സങ്കീർത്തനം പറയുന്നുണ്ട്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. ഏതെല്ലാം പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകേണ്ടി നാം വന്നാലും പ്രിയ മക്കളെ, യഹോവയെ സ്തുതിക്കുന്ന നാം പുറകോട്ട് പോകരുത്. ഇന്നെന്താ ഹല്ലേലൂയ നടന്നുകൊണ്ടിരിക്കുന്ന ആ ഭീകരതകൾ നമുക്കറിയാം. പലയിടങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആഗ്രഹമുണ്ടായിട്ട് ഹല്ലേലൂയ ഇന്ന് അതിന് സാധിക്കുന്നില്ല. പീഡനങ്ങളിൽ കൂടി കടന്നു പോകുന്ന ഓരോരുത്തർക്കും പ്രത്യാശ നൽകുന്നത് ക്രിസ്തുവിലുള്ള ആശ്രയം മാത്രമാണ് പ്രിയ മക്കളെ. അവന്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. ഹല്ലേലൂയ. പലരെയും ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ നിർബന്ധിക്കുന്നുവെങ്കിലും അവർ ദൈവിക ആശ്രയത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനെതിരെ 2 ലേഖനം 1:12 പറയുന്നുണ്ട്, അത് നിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നെങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, എന്നിട്ട് 14-ാം വാക്യത്തിൽ പറയുകയാണ്, ആ നല്ല ഉപനിധി ഹല്ലേലൂയ നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചുകൊള്ളുക. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഏതൊരു വ്യക്തിയും പരിശുദ്ധാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ പിടിച്ചു നിൽപ്പാൻ കഴിയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ നാം സൂക്ഷിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. നാം ക്രിസ്തുവിനെ അനുഭവിച്ചറിയുന്നതോടൊപ്പം തന്നെ നാം ക്രിസ്തുവിനെ രുചിച്ചറിയുകയും അതുപോലെ തന്നെ ക്രിസ്തുവിനെ തിരിച്ചറിയുകയും വേണം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ 12-ാം ലേഖനത്തിലെ 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഹല്ലേലൂയ ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സു പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഹല്ലേലൂയ. തിന്മ നിറഞ്ഞതായി ഈ ലോകത്തിൽ നാം നന്മ മനസ്സിലാക്കുവാൻ തിരിച്ചറിയുവാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണം പ്രാപിച്ചവർക്കേ സാധിക്കുകയുള്ളൂ. ലോകത്തിലേക്ക് നാം കണ്ണോടിച്ചാൽ ഏത് വിധേനയും അതിലേക്ക് നമ്മെ ആഗിരണം ചെയ്യുന്നത് ഹല്ലേലൂയ പലതും കാണുവാൻ കഴിയും. ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണമെങ്കിൽ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഗീതം ഇന്നതെന്ന് മനസ്സിലാക്കി നമ്മുടെ മനസ്സിനെ നാം തന്നെ നിയന്ത്രിച്ച് രൂപാന്തരപ്പെടണം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഇപ്പോൾ വളർന്നു വരുന്ന തലമുറകളെ ലോകത്തിലുള്ള ഹല്ലേലൂയ ചിന്തകളിലേക്ക് വലിച്ചു കൊണ്ടുപോകുവാൻ പല വിധത്തിലുള്ള സംവിധാനങ്ങളും മുന്നോട്ട് വരികയാണ്. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചേ മതിയാകുള്ളൂ. ലോക ചിന്തകളിലേക്ക് അവർ ഇടകലരാതെ നിൽക്കണമെങ്കിൽ വളരെ സമയം ദൈവസന്നിധിയിൽ നിന്ന് ചെലവിടണം. ഹല്ലേലൂയ. ഇപ്പോഴത്തെ ലോക വ്യവസ്ഥകൾ ഓരോന്നും എന്താ തിന്മ നിറഞ്ഞതാണ്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ 1-ാം ലേഖനത്തിന് 5:19 പറയുന്നുണ്ട്, സർവ്വലോകം ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നാം ക്രിസ്തുവിനെ അനുഭവിച്ചറിയുകയും രുചിച്ചറിയുകയും തിരിച്ചറിയാൻ കഴിയുന്നത് പോലെ അതുപോലെ തന്നെ ഗ്രഹിച്ചറിയണം. അതുകൊണ്ടാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9:23-24 വാക്യത്തിൽ പറയുന്നുണ്ട്, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായി ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത്. പ്രിയ മക്കളെ, പ്രശംസിക്കുന്നവൻ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കണം. ഹല്ലേലൂയ. കർത്താവപ്പച്ചനെ നമ്മൾ ഗ്രഹിച്ചറിയണം. നാം നമ്മുടെ ലൗകികമായ ജീവിത രീതികൾ പ്രശംസിക്കരുത്. ഹല്ലേലൂയ. നാം പുകഴേണ്ടത് നീതിയായി ജീവിക്കുവാൻ നമ്മെ സഹായിക്കുന്നുള്ള കർത്താവിനോടുള്ള ആ വ്യക്തിപരമായ ബന്ധത്തിൽ സന്തോഷിച്ച് അതിൽ ആശ്രയിക്കണം. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് നമ്മുടെ ഓട്ട സ്ഥിരതയോടെ ഓടാം. ഹല്ലേലൂയ. നമുക്ക് വെച്ചിരിക്കുന്ന ഓട്ട സ്ഥിരതയോടെ തന്നെ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ്
നാം കർത്താവിനെ അറിയേണ്ടതുപോലെ അറിയണം. എങ്കിൽ എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നത് പോലെ പൗലോസ് അപ്പോസ്തലനെ പോലെ ഹല്ലേലൂയ നമ്മൾ ഈ ഭൂമിയിലുള്ള ജീവിതമല്ല പ്രിയ മക്കളെ, ഇതെല്ലാം താൽക്കാലികമാണ്. ഇതെല്ലാം വിട്ടുപോകണം. ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള ആശ്രയത്തിൽ നമുക്ക് ഉറയ്ക്കാം. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവെ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന മക്കളുടെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ട് ഹല്ലേലൂയ ഇപ്പോഴുള്ള ഇതിലല്ല ഹല്ലേലൂയ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഹല്ലേലൂയ ഓരോരുത്തരുമായി തീരുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു ഓൾ. ബിനുവജു, മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.